ക്രിസ്തുവേശുവിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അസൂയ എന്ന് പറയുന്നതായ വിഷയത്തെപ്പറ്റി നാം ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അസൂയ എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാപമാണ് എന്ന് റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒരാൾക്ക് നിങ്ങളോട് വളരെയധികം അസൂയ ഉണ്ട് എന്നുള്ളതിന് തെളിവ് എന്താണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു വിഷയം പങ്കുവെക്കുന്നതിലൂടെ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അസൂയയുടേതായ കാരണങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മളോട് വളരെയധികം അസൂയ ഉണ്ടെന്ന് നാം മനസ്സിലാക്കി എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കണം, ശ്രദ്ധാലുക്കളായിട്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതായ ആവശ്യകത ഒന്ന് മനസ്സിലാക്കുന്നതിനും, അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അസൂയ എന്നുള്ള പാപമുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിട്ട് ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നേരോടെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചില പാപങ്ങളുടെ പട്ടിക പറയുന്നതിൽ ഒരു പാപമാണ് അസൂയ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അസൂയ എന്ന് പറയുന്നതായ പാപം വ്യക്തിബന്ധങ്ങളെ തകർക്കുന്നതായ ഒരു പാപമാണ്. അപ്പോൾ തന്നെ വ്യക്തിപരമായ വളർച്ചയെയും കെടുത്തിക്കളയുന്ന ഒരു പാപമാണ് ഇതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മിൽ പലരും ഇതിനെ എങ്ങനെ തിരിച്ചറിയണമെന്ന് നമുക്കറിയത്തില്ല. ഇത് നാം തിരിച്ചറിയുന്നുവെങ്കിൽ ഇത് നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും മറ്റു പല കാര്യങ്ങളെയും ബാധിക്കുവാൻ ഇടയുള്ളത് കൊണ്ട് സസൂക്ഷ്മം ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു, ജാരശങ്കയുടെ മുമ്പിലോ ആർക്കു നിൽക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ നാം ചിന്തിക്കും, ഇത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ പാപം പ്രതികൂലമായി ബാധിക്കുക എന്നതായിരിക്കും. എപ്പോഴും ഓർക്കുക, നിങ്ങളെ വളരെ അടുത്ത് നിന്ന് ശ്രദ്ധിക്കുന്ന പലരും നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട് എന്ന് ഉള്ള സത്യം നാം മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിലുള്ളതായ സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചെല്ലുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ സന്തോഷിക്കാത്തവരും നിങ്ങളുടെ വീഴ്ച ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാം. ഇവർ നിങ്ങളുടെ തകർച്ചയും വീഴ്ചയുമാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ളതായ തോന്നൽ അവരിൽ ഉളവാക്കുന്നത് അസൂയ എന്ന് പറയുന്നതായ പാപമാണ്. അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് നിങ്ങളോട് വളരെയധികം അസൂയ ഉള്ളത് കൊണ്ടാണ് അവരിൽ ഈ തോന്നൽ ഉളവാക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പോൾ വളരെയധികം അസൂയ നമ്മളോട് തോന്നുന്ന ഒരാളിൽ കാണുന്നതായ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ജീവിത വിജയത്തിൽ അവർ സന്തോഷിക്കാത്തവരാണ്. ഇങ്ങനെയുള്ളതായ വ്യക്തികളെ നമ്മുടെ സൗഹൃദങ്ങളിൽ അഥവാ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളിൽ നമ്മോടൊപ്പം സന്തോഷിക്കുവാനോ സഹായിക്കുവാനോ കഴിയാത്തവർ, നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമ്പോൾ അവരിൽ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർ, ഒരുപക്ഷെ അത് നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകുന്ന സ്ഥാനക്കയറ്റമോ നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ ബന്ധങ്ങളിലോ ഇവരുടെ ഉള്ളിൽ അസൂയ ഉരുവാകുവാനിടയായി തീരുന്നു. അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ചെറുതും വലുതുമായ മാറ്റങ്ങൾ അവ കാണുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു.
അവര് നിങ്ങളിൽ നിന്ന് ചിലർ അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ അകന്നു മാറുകയും, ചിലർ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഫോൺ കോൾ പോലും നമ്മളോട് ചെയ്യാതെ നമ്മളിൽ നിന്ന് അകന്നു മാറുന്നതായിട്ട് നാം കാണാറുണ്ട്. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് അവരിൽ ഉളവാകുന്ന അസൂയയുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. പെട്ടെന്നുള്ളതായ അകലിച്ച ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനേക വേദനകൾ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. ഇവർ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ വളരെ നിശബ്ദരായിരിക്കുന്നതും, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നമ്മളെ വിമർശിക്കുവാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. റോമാലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുക, കരയുന്നവരോടുകൂടെ കരയുക എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ വിശ്വാസി അല്ലെങ്കിൽ ഒരു സുഹൃത്തെന്ന് പറയുന്നത് ഈ വചനത്തിനനുസരിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അസൂയയ്ക്ക് സ്ഥാനമില്ലാതാകുന്നു. അതായത് ദൈവവചനം പറയുന്ന പ്രമാണം ഇതാണ്: നിങ്ങൾ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ സന്തോഷിക്കുക, കരയുന്നവരുടെ കൂട്ടത്തിൽ കരയുക. ഈ ഒരു ദൈവവചനത്തിൻ്റെ സത്യം നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അസൂയയ്ക്ക് ഇടമുണ്ടാകത്തില്ല എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ അവരിൽ ചിലത് ഓർപ്പിക്കുവാനായിട്ട് ഇടയുണ്ട്. അവർക്ക് ആർജിക്കുവാൻ പറ്റാത്ത ചില വിജയങ്ങൾ നമ്മൾ നേടുമ്പോൾ, അവർക്ക് നേടുവാൻ കഴിയാത്ത ചില നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അത് മറ്റുള്ളവരിൽ ഈ പാപം ഉരുവാക്കുന്നതിന് കാരണമായി തീരുന്നു. ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെയുള്ളവർ അവരവരുടെ പരാജയത്തിൽ നിന്ന് പഠിക്കുവാൻ ശ്രമിക്കാതെ നമ്മുടെ വിജയത്തെ നിഷ്ഫലമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു പാപമാണ് അസൂയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അസൂയ എന്നതായ പാപത്തിലൂടെ അവർ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ വിജയങ്ങളിലോ നമ്മുടെ നേട്ടങ്ങളിലോ സന്തോഷിക്കാതെ അതിനെ എന്തു ചെയ്യുക, നിഷ്ഫലമാക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഓർക്കുക, അസൂയ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് അവരുടെ പ്രശ്നമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ നേട്ടങ്ങൾ കാണുമ്പോൾ മറ്റൊരു വ്യക്തിയിൽ ഉളവാകുന്നതായ പാപമാണ് അസൂയ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരാൾക്ക് കഴിയുന്നു എങ്കിൽ നാം അവരെ മനസ്സിലാക്കുക. ഓർക്കുക, നിങ്ങളുടെ വിജയം, നിങ്ങൾക്ക് വേണ്ടിയുള്ളതായ നിങ്ങളുടെ നേട്ടങ്ങൾ ഇത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ നേട്ടങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോടൊന്നിച്ച് സന്തോഷിക്കുന്നില്ല, അല്ലെങ്കിൽ ചിലർ നമ്മെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും വിമർശിക്കുകയും നമ്മുടെ വിജയങ്ങളെ നിഷ്ഫലമാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചത് കൊണ്ടാണ് ഇവരിങ്ങനെ പ്രതികരിക്കുന്നത്. അല്ല, അത് നിങ്ങളുടെ പ്രോബ്ലം അല്ല, അത് അവരുടെ പ്രശ്നമാണ് എന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, അസൂയയുള്ള വ്യക്തികൾക്ക് നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളിലും നേട്ടങ്ങളിലും നമ്മോടൊന്നിച്ച് സന്തോഷിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. അടുത്ത രണ്ടാമത്തെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ ഉപദേശകരുടെ വേഷം ധരിച്ച് നമ്മുടെ അടുക്കൽ വരുമെന്നുള്ളതാണ്. അതായത് ഉപദേശകരുടെ വേഷം ധരിച്ച് നമ്മുടെ മേൽ കരിനിഴൽ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ അസൂയയുള്ളവരാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നത് എന്താണ് എന്ന് പരിഗണിക്കാതെ അഭിപ്രായം പറയുവാനായിട്ട് ചിലർ കടന്നു വരുന്നത് നാം കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ളവർ പലപ്പോഴും നമുക്ക് നല്ലത് പറഞ്ഞ്
തരാൻ എന്ന മട്ടിലാണ് ഇവർ കടന്നു വരുന്നത്. അവരുടെ അഭിപ്രായം പറഞ്ഞ് നമ്മെ നമ്മുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇവർ നമ്മളെ സമീപിക്കുന്നത്. നാം എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളതായ സംശയം നമ്മളിൽ ഉളവാക്കുവാൻ ഇവരുടെ ഉപദേശങ്ങൾക്ക് കഴിയുമെന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇവർ ഒരിക്കലും നേരിട്ട് വന്ന് ഉപദേശം തരിക എന്നുള്ളത് വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അതായത് ഇവരുടെ ഉപദേശം നാം ശ്രദ്ധിച്ചാൽ, ഇങ്ങനെയുള്ളവരുടെ ഉപദേശം നാം ശ്രദ്ധിച്ചാൽ, വളരെയധികം ശ്രദ്ധിച്ചാൽ, അവരുടെ വാക്കുകൾക്ക് ഒരു ലക്ഷ്യബോധവും കാണത്തില്ല. അതുമാത്രമല്ല, കേൾക്കുന്ന നമ്മളിൽ അത് അരിഷ്ഠിതാവസ്ഥയും, അവരുടെ ഉപദേശം നാം ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ തീരുമാനങ്ങളിൽ നിന്ന് നാം വ്യതിചലിപ്പിക്കുന്നത് നമ്മെ നമ്മുടെ തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതാണ് ഈ കൂട്ടർ. ഒന്നോർക്കുക, ഇങ്ങനെയുള്ളവർ നിങ്ങളെ ഉപദേശിക്കുകയോ ചെയ്യുമ്പോൾ, അവർ നമുക്ക് സന്ദേശം കൈമാറുകയോ ചെയ്യുമ്പോൾ, ഒരു നല്ല സന്ദേശമല്ല അവരാഗ്രഹിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഒരു സന്ദേഹം കൊണ്ടുവന്നിടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. എപ്പോഴും നാം മനസ്സിലാക്കണം, അസൂയയുള്ളതായ വ്യക്തിയുടെ ഒരു പ്രത്യേകത, അവർ നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നവരാണ്. അവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നവരായിരിക്കണമെന്നില്ല. നമ്മളിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതായ ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ കടന്നു വരുന്നവരാണ്. അല്ലാതെ ഇവർ നമ്മുടെ കൂടെ നിൽക്കുകയോ നമ്മുടെ സാധ്യതകളുടെ മേൽ നമുക്കൊരു സഹായിയാകുകയോ തീരുകയോ ചെയ്യത്തില്ല. നമ്മുടെ സാധ്യതകളെ പലപ്പോഴും ഇവർ ചോദ്യം ചെയ്യുന്നവരാണ്. ഇതാണ് അസൂയയുള്ള വ്യക്തികളുടെ രണ്ടാമത്തെ. അടുത്ത അസൂയയുള്ളതായ വ്യക്തികളുടെ പ്രത്യേകത, ഇവർ ഒരിക്കലും നമ്മുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കെതിരെ സംസാരിക്കുവാൻ ആഗ്രഹിക്കാത്തവരാണ്. ഒരിക്കലും നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. അതായത് നിങ്ങളൊരു സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോൾ ചിലർ നിങ്ങളെപ്പറ്റി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അവർ ഒരിക്കലും നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഒരു കമൻറ്റ് പാസ്സാക്കുവാൻ അവരാഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെപ്പറ്റിയും നിങ്ങളെപ്പറ്റിയും ഇവർ കമൻറ്റുകൾ ധാരാളം പാസ്സാക്കും. ഇത് അസൂയയുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ സാന്നിധ്യത്തിൽ വളരെ നല്ലതുപോലെ ചിരിച്ച് സന്തോഷിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കും. എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് പോയതിന് ശേഷം നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ, നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. അതാണ് ഈ കൂട്ടർ. ഇത് അസൂയയുടെ ഒരു ലക്ഷണമാണ്. അടുത്ത ഒരു ലക്ഷണമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായിട്ട് ഇവർ നമ്മളോട് മത്സരിക്കുവാനായിട്ട് ശ്രമിക്കും. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ നാം വീക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടായാൽ ആ നേട്ടങ്ങളെ അതുപോലെ പകർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന ചിലരെ നാം കണ്ടിട്ടില്ലേ? ഉദാഹരണത്തിന്, നാം ഒരു കാർ വാങ്ങിയാൽ അതേപോലെ അതേ നിറത്തിൽ അതേ വിലയിലുള്ളതായ കാർ ചിലർ മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യമായ വസ്ത്രമോ മറ്റ് മനുഷ്യൻ ഉപയോഗിക്കുന്നതായ വസ്തുക്കൾ ഒരാൾ വാങ്ങുമ്പോൾ അതേ മോഡലിൽ അതേ രീതിയിൽ അതേ കാര്യത്തെ വേറൊരാൾ വാങ്ങി
വാങ്ങുന്നതായിട്ട് കാണാറുണ്ട്. ഇത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. നാം പലപ്പോഴും അതിനെ കാര്യമാക്കാറില്ല. എന്നാൽ ഇത് അസൂയയുള്ളതിൻ്റെതായ ഒരു തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ എന്നാണ്. ഈ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുവാനുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ വഴിയെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അസൂയയുള്ള വ്യക്തിജീവിതങ്ങളിൽ നാം കാണുന്നൊരു പ്രത്യേകത, അവർ അവരുടെ ജീവിതത്തെ അല്ല നോക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അവർ നോക്കുന്നത്. ഒന്നോർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അസൂയയുള്ളവർ നിങ്ങൾക്കൊപ്പം എത്തുവാൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിത വിജയങ്ങളിലും നേട്ടങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അസൂയയുള്ളവർ നമ്മളോട് മത്സരിക്കുവാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കുക. അസൂയയുള്ളവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സ്വയം എല്ലാം അവർക്കായിട്ട് ഉണ്ടാക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലർ നമ്മെ സംസാരിക്കുവാൻ അനുവദിക്കാതെ ഇടക്ക് കയറി സംസാരിക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ നേടിയ വിജയങ്ങളെയും നേട്ടങ്ങളെയും പറ്റി പറയുമ്പോൾ അവരതൊന്നും ശ്രദ്ധിക്കാതെ തങ്ങൾക്കുണ്ടായ നേട്ടങ്ങളെയും വിജയങ്ങളെയും പറ്റി പറയുന്നത്. അതുപോലെ നാം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി പങ്കുവെക്കുമ്പോൾ അവർ അതും ശ്രദ്ധിക്കാതെ അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയായിരിക്കും ഇടയ്ക്ക് കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത, അവരൊരിക്കലും നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കത്തില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും. ഇങ്ങനെയുള്ളതായ സ്വഭാവത്തെ പറ്റി ബൈബിൾ ഇപ്രകാരമാണ് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യത്തിൽ പറയുന്നത്: ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. മിക്കവാറും ആൾക്കാർ മറ്റുള്ളവർ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി കാര്യങ്ങൾക്ക് മറുപടി പറയുവാൻ ശ്രമിക്കാതെ അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? തങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ മറുപടി പറയുവാനുള്ള വ്യഗ്രതയിലാണ് പലരും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? അവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ അവരിലേക്ക് തിരിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. കിട്ടുന്ന ഓരോ അവസരങ്ങളും തങ്ങളുടെ നേട്ടങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ തങ്ങളുടെ നേട്ടങ്ങളെപ്പറ്റി പറയുവാനായിട്ട് അവർ അത് അവസരമാക്കി മാറ്റുന്നു. അതുമാത്രമല്ല, നമ്മുടെ നേട്ടങ്ങൾക്ക് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. നമ്മുടെ കഠിനാധ്വാനത്തിന് അവർ വില കൽപ്പിക്കാത്തവരാണ്. അവരുടെ ആഗ്രഹം അവരുടെ നേട്ടങ്ങളും അവരുടെ വിജയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളെ ഇവർ അസൂയയുള്ള വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്തൊരു പ്രത്യേകത, നമ്മളുടെ നേട്ടങ്ങളെ ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വിജയങ്ങളെ ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടി അതിനുള്ള വഴികൾ കണ്ടെത്തുന്നവരാണ് അസൂയയുള്ളവർ. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിലെ ചില അതിപ്രധാനമായ നേട്ടങ്ങളിൽ ചിലർ വന്ന്
നമ്മെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത്, നമ്മുടെ നേട്ടങ്ങൾ ഒന്നുമല്ല എന്ന് പറയുകയും ഞാനായിരുന്നെങ്കിൽ ഇതിലും നല്ലതായിട്ട് ഈ കാര്യങ്ങളെ ചെയ്തേനെ എന്ന് പറയുന്നതായ ഒരു കൂട്ടരെ പലപ്പോഴും നാം കാണുന്നില്ലേ? സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റുള്ളവനോടുള്ള അസൂയയിൽ നിന്ന് ഉളവാക്കുന്നു എന്ന് ഞാൻ കണ്ടു. പലപ്പോഴും ഇങ്ങനെയുള്ളവരെയും നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മുടെ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി, നമ്മുടെ നേട്ടങ്ങൾക്ക് ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടി വഴികൾ കണ്ടെത്തുന്ന വ്യക്തികൾ. ഈ ഒരു ലക്ഷണവും അസൂയയുടെ ലക്ഷണമാണ്. ഒരു ലക്ഷണം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പലപ്പോഴും പലരും നമ്മുടെ ജീവിതത്തിൽ അവരുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവരുടെ ഉപദേശങ്ങൾ കൊണ്ടും അവരുടെ ഇടപെടൽ രീതികൾ കൊണ്ടും നമ്മളിൽ കുറ്റബോധം ഉളവാക്കുവാനായിട്ട് ശ്രമിക്കുന്ന ചിലരെ നാം കണ്ടിട്ടില്ലേ? അതായത് ഇത് അസൂയയുടെ ഒരു തെളിവാണ്. നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് സന്തോഷിക്കുവാൻ കഴിയാത്ത അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതിന് പകരം നമ്മിൽ ഒരു തരത്തിലുള്ളതായ കുറ്റബോധം ഉളവാക്കാനാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത്. ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും അതാണ് നമുക്ക് തെളിവുകൾ നൽകുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം പറയുന്നത്: ശാന്ത മനസ്സ് ദേഹത്തിനു ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വമെന്നാണ്. അസൂയപ്പെടുന്നവരുടെ ജീവിതത്തിൽ തന്നെയല്ല ദോഷം കൊണ്ടുവരുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ അത് ദോഷം കൊണ്ടുവരുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ അവർ പറയും, നിങ്ങൾ ചെയ്ത കാര്യം കൊള്ളാം, ഇതുപോലെയുള്ള കാര്യങ്ങൾ എനിക്കും എളുപ്പമായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിലർ നമ്മുടെ വിജയങ്ങൾ കണ്ടിട്ട് പറയാറുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ളതായ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് അസൂയയുടെ വ്യക്തമായ ഒരു രൂപമാണ്. നിങ്ങളുടെ വിജയം അവരിൽ ചില നഷ്ടബോധമുണ്ടാക്കി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇത്തരം വാക്കുകൾ നാം കേൾക്കുമ്പോൾ നാം വളരെ ശ്രദ്ധയുള്ളവരായിട്ട് തീരണം. ഇങ്ങനെയുള്ളവർ ഒരിക്കലും നമ്മുടെ വിജയം കാണുവാൻ ആഗ്രഹിക്കുന്നവരല്ല. മറ്റുള്ളവരുടെ വിജയം അവരിൽ എന്തോ ഒരു കുറവ് ഉണ്ട് എന്ന തോന്നൽ അവർക്ക് ഉളവാക്കുന്നു. അതിൽ നിന്ന് അസൂയ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകുന്നു. ഓർക്കുക, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മറ്റുള്ളവരുമായി മത്സരത്തിലേർപ്പെടുന്നത് ശരിയല്ല. അതായത്, ഒന്നുകൂടെ ഞാൻ പറയുക, ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത് മറ്റുള്ളവരുമായുള്ള മത്സരത്തിൽ കൂടെ നേടിയെടുക്കുന്നത് അല്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്ത വിജയം, അതിൽ സന്തോഷിക്കുവാൻ നമുക്ക് മാത്രമാണ് അവകാശം. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, അസൂയ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒന്നല്ല, അത് മറ്റുള്ളവരിൽ ഉളവാകുന്നതായ ഒരു പാപമാണ്. അസൂയയുള്ളവർ സ്വന്തം ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതം സംതൃപ്തമാക്കുവാൻ ശ്രമിക്കുന്നവരല്ല. അതായത്, സ്വന്തം ജീവിതത്തിൽ എങ്ങനെ സംതൃപ്തിയായിരിക്കണമെന്ന് പഠിച്ചിട്ടില്ലാത്തവരെല്ലാണ് അസൂയ കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങളുടെ നേട്ടങ്ങൾ
അവരുടെ ജീവിതത്തിൽ ഉള്ള അവസ്ഥയെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തിയുടെ നേട്ടത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരാൾ പറയുകയാണ്, ഇതിലും നന്നായിട്ട് എനിക്ക് കാര്യം ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോൾ ആ അസൂയ എന്ന പാപത്തിലൂടെ അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുണ്ട്. ആ കുറവിനെ അവർ വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ അരിഷ്ടിതാവസ്ഥ മറ്റുള്ളവരിൽ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നവരാണ്. അസൂയ കാണിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അവർക്ക് നേടുവാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യവും കൂടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അസൂയയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഇത് ദൈവം നൽകുന്ന ഒരു അടയാളമാണ്. ഈ അടയാളങ്ങൾ മനസ്സിലാക്കി നമ്മളിൽ നിന്ന് അസൂയ പുറത്തു വരുവാൻ, അല്ലെങ്കിൽ അസൂയ എന്ന പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നാം അനുവദിക്കരുത്. അതിനെ നാം നശിപ്പിക്കുവാൻ തയ്യാറാകണം എന്നാണ് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. നിങ്ങളുടെ അസൂയയ്ക്കും കയ്പിനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവസരം കൊടുക്കരുത്. ഓർക്കുക, അസൂയയുള്ളവർ സ്വന്തം വിഷയങ്ങളാൽ പ്രതികൂലാവസ്ഥയിൽ വീണവരാണ്. അവരുടെ ജീവിത രീതിയിൽ കൂടെ ഉണ്ടാകുന്നതായ പ്രതികൂലങ്ങളിൽ അവർ അകപ്പെട്ടു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടതായ കാര്യമില്ല. അവരുടെ പെരുമാറ്റ രീതികളെ നാം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ദൈവവചന പ്രകാരം നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. ഈ അസൂയ എന്ന് പറയുന്ന പാപം നമുക്ക് ചുരണ്ടിക്കളയുവാൻ കഴിയുന്ന പാപമല്ല. അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരായിട്ടു തന്നെ ദൈവവചന പ്രകാരം തിരിച്ചറിഞ്ഞ് ആ പാപത്തോ അവരുടെ ജീവിതത്തിൽ നിന്ന് ആ പാപത്തെ അകറ്റി നിർത്തുകയാണ് അവർ ചെയ്യേണ്ടത്. നിങ്ങളുടെ വിജയങ്ങൾ നിങ്ങളുടെ കഠിന പ്രയത്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങൾ നേടിയെടുത്ത വിജയങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ തിരിച്ചറിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിരീക്ഷിക്കുക. ആരാണ് നിങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്നത്? ആരാണ് നിങ്ങളോട് ഹൃദയം തുറന്ന് നിങ്ങളെ സഹായിക്കുന്നത്? ആരാണ് നിങ്ങളുടെ ജീവിത വിജയങ്ങളിൽ സന്തോഷിക്കുന്നത്? അവരെ നിങ്ങളോട് ചേർത്ത് നിർത്തുക. കാരണം ഇനിയും അനേക കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനുണ്ട്. ദൈവവേലയിലായിക്കോട്ടെ, ക്രിസ്തീയ ജീവിതത്തിലായിക്കോട്ടെ, ഇനിയും ചില പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളിൽ നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, നമ്മൾക്ക് എല്ലാവരുടെയും സംരക്ഷകരാകുവാനോ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാനോ നമുക്ക് കഴിയത്തില്ല. മറ്റുള്ളവരുടെ അസൂയ നമ്മളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അസൂയ എന്ന് പറയുന്നത് വളരെ ഭയാനകമായൊരു പാപമാണ്. ഇത് വ്യക്തിബന്ധങ്ങളെ തകർക്കും. അത് അടുത്ത സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നോ നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്നോ ഉണ്ടാകുമ്പോൾ വളരെ വേദന നമ്മളിൽ ഉളവാക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയമുള്ള ദൈവജനമേ, ഇത് നമ്മളിൽ ഉരുവാകുന്നതായ ഒരു പാപമാകണമെന്നില്ല. മറ്റുള്ളവരിൽ ഉരുവാകുന്ന നമ്മുടെ ജീവിത വിജയങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ കാണുന്നതായ മറ്റുള്ളവരിൽ ഉളവാകുന്ന ഒരു പാപമാണ് എന്ന് നാം തിരിച്ചറിയുക. ഒന്നോർക്കുക, നമ്മളോട് ചിരിച്ചുകൊണ്ട് അടുക്കുന്ന പലരുടെയും ഹൃദയം നമ്മോട് അടുത്തിരിക്കണം എന്നില്ല. അവരിൽ നിന്നുണ്ടാകുന്ന അസൂയ നമ്മുടെ ജീവിതത്തിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ അത് മുരടിപ്പിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. അതുകൊണ്ട് പ്രാർത്ഥനയോട് ശ്രദ്ധാലുക്കളായി നമ്മുടെ ചുറ്റുപാടുകളെ വീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ശൈലിയിൽ, നമ്മുടെ ജീവിത ദിനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നവരെ മനസ്സിലാക്കി വിജയപ്രദമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.